ആ സിനിമയിലെ കഥ യഥാർത്ഥ കല്യാണക്കാട്ടും നീലിയുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം ഞാനിത് എഴുതാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ സിനിമ പവർഫുൾ മീഡിയമാണ്. ഇനി ആളുകൾ വിചാരിക്കും ഈ ലോക പോലെയാണ് നീലിയുടെ കഥയെന്ന്. ഒന്നാമത് നീലി അവർണ സമുദായത്തിൽപ്പെട്ട ആളാണെന്നാണ് അതിനകത്ത് പറയുന്നത്. നീലി വൈശ്യ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ്. തെറ്റല്ലേ അത്? അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, ഈ വക കാര്യങ്ങളൊന്നുമില്ല. ഞാനിത് എഴുതാൻ കാരണം ഈ ചേർത്തലയിൽ ഒരു മുലച്ചിപ്പറമ്പുണ്ട്. ഈ മുലച്ചിപ്പറമ്പിൽ അവിടെ ചേർത്തലയിൽ ഒരു പ്രതിമയും ഉണ്ട്, നങ്ങേലിയുടെ ഒരു പ്രതിമ. മുനിസിപ്പാലിറ്റിയാണ് ആ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെന്നോടൊരു അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അത് തോമസ് ഐസക്കിന് അവിടുത്തെ ഒരു ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നങ്ങേലിയോടുള്ള സ്നേഹം കൊണ്ടല്ല. ഞാൻ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം ലാറ്റിൻ ക്രിസ്ത്യനായിട്ട് അദ്ദേഹത്തിന് ജാതിയില്ലെങ്കിലും അദ്ദേഹത്തെ ആളുകൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈഴവ വോട്ട് ബാങ്കും കൂടി കിട്ടണം. അപ്പോൾ അതിന് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു വഴിയാണ് ഈ പറഞ്ഞ നീലിയുടെ പ്രതിമ, നങ്ങേലിയുടെ പ്രതിമ. അപ്പം നങ്ങേലിയുടെ ഒരു പേര് പരാമർശിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് അദ്ദേഹം റിസർച്ചേഴ്സിനെ ഇവിടുത്തെ ആർക്കൈവ്സ് മുഴുവൻ പരിശോധിപ്പിച്ചു. അവർക്ക് ആർക്കും നങ്ങേലിയെപ്പറ്റി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് അവിടെ ഈ മുലക്കരം എന്ന് പറയുന്നത് സ്ത്രീ കൊടുക്കുന്ന കരവേ അല്ല, സ്ത്രീയായിട്ടുള്ള അടിമ, സ്ലേവ് വേണ്ടി ഓണർ കൊടുക്കുന്ന കരമാണ്. അതായത് ഉടമസ്ഥൻ കൊടുക്കുന്ന, അയാളുടെ കീഴിൽ ഊഴിയ വേലയ്ക്കോ അടിമ വേലയോ ചെയ്യുന്ന സ്ത്രീകളോ പുരുഷന്മാരും ഉണ്ട്. അവർക്ക് അയാളൊരു ടാക്സ് കൊടുക്കണം. അതാണ് ഈ മുലക്കരം എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയാവുന്നിരിക്കെ ഇവിടെ ഇതിനകത്ത് ഈ കഥയിൽ ഇതൊരു കഥാപ്രസംഗക്കാരൻ്റെ സൃഷ്ടിയായിരുന്നു. ഇങ്ങനെ നികുതി പിരിക്കാനായിട്ട് വരുമ്പോൾ കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് നങ്ങേലി എന്ന് പറയുന്ന സ്ത്രീയെ വീട്ടിലിരിക്കുന്ന കത്തിയെടുത്ത് ഒരൊറ്റ വെട്ട് എന്നിട്ട് എടുത്ത് കൊടുത്തു എന്ന് പറയുന്നത് ഗംഭീരമായ കഥയാണ്. മാർട്ടിയർ, അത് ഈ ടിപ്പു സുൽത്താൻ്റെ ഇവിടുത്തെ ഉണ്ണിയാർച്ചയൊക്കെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞൊരു കഥ ഇതുപോലെ പ്രചരിക്കുന്നുണ്ട്. ഉണ്ണിയാർച്ച, ആരോമൽ ചേകവരുടെ സഹോദരി ഉണ്ണിയാർച്ച ടിപ്പു സുൽത്താൻ്റെ ഭാര്യയായിരുന്നു. ടിപ്പു സുൽത്താൻ ഏത് കാലത്ത് ജീവിച്ചു, ഉണ്ണിയാർച്ച ഏത് കാലത്ത് ജീവിച്ചു. ക്ലിയോപാട്ര മലയാളിയാണെന്നൊരു പുസ്തകം വന്നിട്ടുണ്ട്. നല്ല രസമാണ് വായിക്കാൻ. പക്ഷേ ചരിത്രം എന്നതിന് പേര് കൊടുക്കരുത്, ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എന്നോ മറ്റോ പേര് കൊടുക്കാം. ഇതൊരു ഫിക്ഷണൽ അക്കൗണ്ടായി കണ്ടാൽ പോരെ സാർ ഈ ലോക സിനിമയൊക്കെ? കള്ളിയങ്കാട്ട് നീലി എന്നുള്ള ഒരു സങ്കല്പത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഫിക്ഷൻ. ഇല്ല, ഞാൻ ആ സിനിമയുടെ ടെക്നിക്കൽ പ്രൊഡക്ഷനെ പറ്റിയോ ഒന്നും അല്ല പറഞ്ഞത്. ചരിത്രത്തിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യരുത്. ഞാൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ എന്നോട് ചോദിച്ചാൽ പറയാറുണ്ട്. ഇതിപ്പോൾ ലോകയായതുകൊണ്ട് ചോദിച്ചു, അല്ലെങ്കിൽ എത്ര സിനിമകൾ ഞാൻ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെരുന്തച്ഛൻ സിനിമ, അതിനെപ്പറ്റി MT വാസുദേവൻ നായർക്ക് എഴുതി. MT വാസുദേവൻ നായർ വളരെ എന്നോട് ദേഷ്യം കാണിച്ചു. കുറേ കാലം മിണ്ടിയില്ല. പിന്നെ അദ്ദേഹം എന്നോട് വളരെ സ്നേഹവും അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചരിത്ര സത്യങ്ങൾ പറയുന്നതിനെ ഒരു സമചിത്തതയോടെ കാണുവാൻ പലർക്കും കഴിയില്ല. പെരുന്തച്ഛനിലെ എൻ്റെ പ്രധാന ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, പെരുന്തച്ഛൻ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അതായത് അതിലെ തിലകൻ അഭിനയിക്കുന്ന കഥാപാത്രം. തിലകൻ്റെ ആ തമ്പുരാട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു നമ്പൂതിരിയെ അതിനകത്ത് അവതരിപ്പിക്കും. അജയൻ ആണ് അത് അവതരിപ്പിക്കുന്നത്. കൊതുകുണ്ട്, അതാണ്. അപ്പോൾ അജയൻ്റെ അവതരിപ്പിക്കുന്ന അത് തിരുമംഗലത്ത് നീലകണ്ഠൻ. അദ്ദേഹം ജീവിച്ചിരുന്നത് 15-ാം നൂറ്റാണ്ടിലാണ്. ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. പെരുന്തച്ഛൻ്റെ കാലത്തല്ല ഈ തിരുമംഗലത്ത് നീലകണ്ഠൻ ജീവിക്കുന്നത്. ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. MT അപ്പം ഞാൻ കൊടുത്തൊരു ലേഖനം ഉടനെ മടക്കി വെച്ചു. കാരണം ഞാനിനി എഴുതരുത്. അന്ന് പിന്നെ യൂട്യൂബൊന്നും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞുമില്ല, ഞാനിത് എഴുതിയില്ല. അവിടെ ഞാൻ ചെയ്യാം. അങ്ങനെയാണ് ചരിത്രം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയുന്നു. ഞാൻ തെറ്റാണെന്ന് വേറൊരാളെ തെളിവുകളുടെ ബോധ്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഞാൻ തിരുത്തും. ഞാൻ എത്രയോ കാര്യങ്ങൾ തിരുത്തിയിട്ടുണ്ട്.
സാറ് പറയുന്ന ഈ ചരിത്രം എന്റർടൈൻമെന്റ് ആകുമ്പോൾ ഒരു അപകടമാണ്. അതെ അതെ. ഇപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് ആളുകൾക്ക് ഒരു എന്താണ്, അവസാനം അത് പിന്നെ പൊരിച്ച മുട്ടയിലിടുന്ന ഒരു കുരുമുളക് പൊടിയായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ബുൾസയിലിടുന്ന കുരുമുളക് പൊടിയായിട്ടൊക്കെ ആണിപ്പോൾ ചരിത്രം ആളുകൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ചായയിലെ പഞ്ചസാര എന്നൊക്കെ പറയുന്ന പോലെ. സാറിൻ്റെ അനുസരിച്ച് which is the turning point in Kerala history, like in the sense ഇപ്പോൾ കേരള ഒരു റിഫോംഡ് സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഇവിടെ ഹ്യൂമൻ റൈറ്റ്സിന് കൂടുതൽ വാല്യൂ ഉണ്ടെന്ന് പറയുന്നു, സെക്യുലർ ആണെന്ന് പറയുന്നു, ഇതിന് ഒരു അൺടച്ചബിലിറ്റി അങ്ങനെയൊക്കെ സ്റ്റീപ്പായിട്ട് നിന്നൊരു കാലമുണ്ട്, അതിൽ നിന്നൊരു ടേണിംഗ് പോയിന്റ് ചിലർ പറയണത് ഒരു സംഭവത്തെ പറ്റി പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നതിനെ മലയാളി മെമ്മോറിയലായിട്ട് EMS നമ്പൂതിരിപ്പാട് കാണുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് ഇന്ദുലേഖയുടെ രചനയും അദ്ദേഹം കാണുന്നുണ്ട്. ഇന്ദുലേഖയുടെ രചന, അതുപോലെ മലയാളി മെമ്മോറിയൽ, അത് 3 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം മാറുമറയ്ക്കലിനെ കണ്ടില്ല. വാസ്തവത്തിൽ മാറുമറയ്ക്കലും വലിയ സംഭവമല്ലേ 19-ാം നൂറ്റാണ്ടിലെ. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ തന്നെ ഒന്നിലേറെ സംഭവങ്ങളാണ് ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അല്ല, ചിലർ പറയുന്നുണ്ട് സ്വാമി വിവേകാനന്ദൻ വന്നിട്ട് ഭ്രാന്താലയം എന്ന് പറഞ്ഞു, അതിനുശേഷമാണ് അൺടച്ചബിലിറ്റി മാറിയത്. വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് ഈഴവ സമുദായത്തിന് ഒരു സംഘടനാ ബോധം ഉണ്ടാക്കാനായിട്ട് അത് കാരണമായി. ഒന്നാമത് വിവേകാനന്ദൻ അത് പറയുന്നത് ഇവിടെ വെച്ചല്ല, കേരളത്തിൽ വെച്ചല്ല. വിവേകാനന്ദൻ കേരളത്തിൽ വന്നു, പക്ഷെ ഇവിടെ വെച്ചല്ല പറയുന്നത്. പക്ഷേ 20-ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളായിട്ട് ഞാൻ കാണുന്നത് ഒന്ന് വൈക്കം സത്യാഗ്രഹമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായിട്ട് കാണിക്കുന്നത്. 2 പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിനെ ഞാൻ കാണുന്നു. അതിന് തുടർന്നുണ്ടായ സ്വാതന്ത്ര്യ സമരങ്ങളെ, നിരന്തരമായി നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളെ ഞാൻ കാണുന്നു. പുന്നപ്ര വയലാറിനെ ഒരു പ്രധാനപ്പെട്ട സംഭവമായി കാണുന്നു. അങ്ങനെ ഒരു സംഭവം പറയാൻ പറ്റില്ല. പല സംഭവങ്ങൾ നമ്മളെ സ്വാധീനിക്കും തീർച്ചയായിട്ടും. ചിലപ്പോൾ സ്വാധീനിച്ച സംഭവങ്ങൾ പിന്നീട് അപ്രധാനവും ആവും. ഇപ്പോൾ ഇന്ന് ഇന്ദുലേഖയുടെ രചന എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ടൊരു സംഭവമേ അല്ല. പക്ഷേ അന്ന് മരുമക്കത്തായത്തിന് അവിടെ ചോദ്യങ്ങൾ ചോദിക്കുവാൻ അനന്തരവർക്ക് ധൈര്യം കൊടുത്ത ഒരു മാധവനെ സൃഷ്ടിക്കുന്നത് ഇന്ദുലേഖയിൽ കൂടിയാണ്. മരുമക്കത്തായം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മരുമക്കത്തായം ഈ അത്ര മോശം സംഭവമായിരുന്നു, എതിർക്കപ്പെടേണ്ട ഒരു സംഭവമായിരുന്നു? അങ്ങനെയല്ല. ഒരു കാലഘട്ടത്തിൽ മരുമക്കത്തായം നിർദോഷമായിരുന്നിരിക്കാം. പക്ഷേ കാലം മാറുന്നതനുസരിച്ച് ആചാരങ്ങളിൽ മാറ്റങ്ങൾ വരണം. ഈ പറയുന്ന പോലെ മരുമക്കത്തായത്തിനകത്തും അറ തുറന്ന് നെല്ലെടുത്ത് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ തറവാട്ടമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ. അതിൽ കവിഞ്ഞ സ്വാതന്ത്ര്യമൊന്നുമില്ല. കാരണവർക്കാണ് പിന്നെയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് കാരണവരാണ്. ശരിയാണ്. പക്ഷെ നല്ല റൊമാൻറ്റിക് ആണ്. അതുകൊണ്ടാണല്ലോ എംപയർ ഓഫ് നായേഴ്സ്, ആ പുസ്തകത്തിൻ്റെ പേര് ഞാൻ നേരത്തെ തെറ്റിച്ച് പറഞ്ഞു, എംപയർ ഓഫ് നായേഴ്സ് എന്നാണ്. എംപയർ ഓഫ് നായേഴ്സിനകത്ത് അതൊരു നല്ല സിറ്റുവേഷനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും അതോടുകൂടി തന്നെ മക്കളെ ശ്രദ്ധിക്കാത്ത അച്ഛന്മാർ വന്നു, ഇല്ലേ? മാത്രമല്ല, അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കാരണവന്മാർ വൈകുന്നേരം വീടുകളിൽ കാണുകയില്ല, അവരവരുടെ ഭാര്യാഗ്രഹങ്ങളിൽ പോകും. വീടുകളിൽ അരാജകത്വം ഉണ്ടായി. അപ്പോൾ അവിടെ ഭർത്താക്കന്മാരായിട്ടുള്ള ആളുകൾ വരും. അപ്പോൾ പല അനാശാസ്യങ്ങളും അവിടെ നടക്കും, പുറത്ത് പറയാൻ കൊള്ളാത്തത്. അത് 20-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും മരുമക്കത്തായം അധപ്പതിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിൽ തന്നെ അധപ്പതിച്ചിരുന്നു. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലെ മരുമക്കത്തായം ഇല്ലാതെയായത് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. അത് ചൂണ്ടിക്കാണിക്കുന്നതിന് മിഷണറിമാർ പങ്കുവച്ചു, ചർച്ച് മിഷൻ സൊസൈറ്റി പങ്കുവച്ചു. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഉദ്ദേശം, വേറെയും ഉദ്ദേശങ്ങളുണ്ട്. ഈ വിക്ടോറിയൻ മൊറാലിറ്റി മാത്രമായിരുന്നില്ല ഉദ്ദേശം. മതപരിവർത്തനം അവർക്കൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സംഭവങ്ങളുടെ പിന്നിലും മറച്ചു വയ്ക്കപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും.
ഒരു ചരിത്രകാരൻ ചെയ്യേണ്ടത് ഈ മറച്ചു വയ്ക്കപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ട് ഒരു സത്യസന്ധമായ വിലയിരുത്തലിന് ഒരവസരം ഉണ്ടാക്കി കൊടുക്കണം. അത്രയേ ഉള്ളൂ. സർ, നമ്മുടെ കോൺവെർസേഷനിൽ പല പ്രാവശ്യം വന്നായിരുന്നു ഈ പ്രോഗ്രസീവ് ആയിരുന്നു നമ്മുടെ റൂളിംഗ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോഗ്രസീവ് ഇമേജ് ഉണ്ട് കേരളത്തിൽ റൂളിംഗ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഈ പ്രോഗ്രസീവ് ഇമേജ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, ഒരു അൺടുവേർഡ് ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊരു ഐസൊലേറ്റഡ് ഇൻസിഡൻ്റ് ആണ്, അങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള പാസ്റ്റിനെ ഓവർലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രോഗ്രസീവ് ഇമേജ് യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയല്ല, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻസ് വളരെ ശക്തമാണ്. ഒരു ഡൽഹിയിൽ നടക്കുന്ന കാര്യം അടുത്ത നിമിഷം നമ്മൾ അറിയുന്നുണ്ട്. വാർത്താ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കാലമാണ്. പത്രങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളൊരു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങളുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് അറിയാവുന്ന കാര്യമാണ് നമുക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്നും ഹൈഡ് ചെയ്യാനൊക്കത്തില്ല, മറച്ചു വയ്ക്കാനൊക്കത്തില്ല. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ഒരു സൊസൈറ്റി എപ്പോഴും വൈബ്രൻ്റ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാനൊക്കെ ഉള്ളൂ. ഒരു സ്റ്റാഗ്നൻ്റ് സൊസൈറ്റിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. ആ സൊസൈറ്റിയുടെ സ്റ്റാഗ്നൻസിയെ കെട്ടിക്കിടക്കലിനെ ഇല്ലാതാക്കുന്നതിൽ പത്രങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പത്രങ്ങളല്ല, മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭരണാധികാരികൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ മറുപടികൾ പറയേണ്ടി വരുന്നത്. സത്യത്തിൽ കടക്ക് പുറത്ത് എന്ന് പറയേണ്ടി വരുന്നത് അവർക്ക് ഉള്ളിൽ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ്.